ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ ഉണ്ട്. അച്ഛ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛ, സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ജനിച്ച് ജീവിച്ച് മരിച്ച സ്ഥലമാണ് ഇടയാറന്മുള, ഈ പമ്പയുടെ തീരത്ത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു കുളിർമ തോന്നുന്നുണ്ട്. അത് തന്നെയല്ല, ഇതിൻ്റെ അടുത്ത പ്രദേശമാണ് മാരാമൺ. ഇതെല്ലാം പ്രത്യേകിച്ച് ആത്മീയമായി വളരെ ഉന്നതി പ്രാപിച്ചൊരു പ്രദേശം കൂടെയാണ് മാരാമൺ കൺവെൻഷൻ. അതുപോലെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ജീവിച്ചിരുന്നപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ആത്മീയ സംഘങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നേരത്തെയും അച്ഛൻ പറഞ്ഞു, അങ്ങനെ നാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു സാമീപ്യം, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ രചനകളിൽ അതിൻ്റെ സ്വാധീനം വന്നിട്ടുണ്ടോ? എന്താണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം? സാധു കൊച്ചുകുഞ്ഞു ഗാനങ്ങളിലാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സ് ഊന്നി നിൽക്കുന്നത്. അപ്പോൾ അതൊരു പ്രതിരൂപാത്മക സ്വഭാവത്തിൽ പമ്പയെ കാണാമെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പമ്പയുടെ മുഖമല്ല കൊച്ചുകുഞ്ഞിൻ്റെ കാലത്തെ പമ്പ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് വിശാലമായൊരു മണൽത്തിട്ട, അതുപോലെ തെളിനീരൊഴുകുന്ന പമ്പാ നദി, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കയങ്ങൾ, ഇതൊക്കെ അക്കാലത്ത് പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നത് സാധു കൊച്ചുദേശിയുടെ ഗാനങ്ങൾക്ക് ഇത് ഒരു പ്രതിരൂപാത്മകമായിട്ട് വേണേൽ കാണാം. കാരണം അതിങ്ങനെ തെളിനീരൊഴുകുന്ന പോലെ ഒഴുകി പോവുകയാണ് ചെയ്യുക. പക്ഷേ അതിന് ഇടയ്ക്കിടയ്ക്ക് അഗാധമായ കയങ്ങൾ പോലെ വളരെ അഗാധമായ ആശയങ്ങളും അർത്ഥങ്ങളും അതിനുണ്ട്. അപ്പോൾ അർത്ഥസാന്ദ്രത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ ആധ്യാത്മികമായൊരു മുഖമുണ്ട് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും ക്രൈസ്തവ ആധ്യാത്മികതയും ഹൈന്ദവ ആധ്യാത്മികതയുമാണ്. അപ്പോൾ അത് ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഒരുപാട് തലങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ മാരാമൺ എന്ന് പറയുന്നത് നവീകരണത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് അങ്ങനെയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയിലെ നവീകരണത്തിൻ്റെ ഈറ്റില്ലം, സിറിയൻ സഭയിൽ. അപ്പോൾ അതുമായിട്ടുള്ളൊരു ബന്ധം, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടും ഇഴചേർന്നും കിടക്കുന്ന പ്രദേശങ്ങളാണ് പറയുന്നത്. അതുപോലെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുഴയുടെ സ്വാധീനം, ഈ പുഴയുടെ മണത്തിട്ടയിലാണ് മാരാമൺ കൺവെൻഷൻ വർഷം തോറും കൂടുന്നത്. സാധു കൊച്ചുദേശിയുടെ ചെറുപ്പകാലം കഴിച്ചു കൂട്ടത് ഈ കൺവെൻഷൻ്റെ കാലഘട്ടങ്ങളിലാണ്. അതുപോലെ അദ്ദേഹം പാട്ട് നയിച്ചതായിട്ട് പോലും ചില രേഖകളിൽ സൂചിപ്പിച്ച് പറയുന്നുണ്ടെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൺവെൻഷന് ധാരാളം പാടിയിട്ടുണ്ട്, ഇന്നും പാടുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പമ്പ പശ്ചാത്തലമാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. പ്രധാനമായിട്ടും ഇതാണ്. കാരണം തെളിനീര് ഒഴുകുന്ന ഒന്നാണ് എങ്കിൽ കൂടിയും അതിനിടയ്ക്കിടയ്ക്കുള്ള കയങ്ങൾ എന്ന് പറയുന്നത് പോലെ അർത്ഥപരമായ സാന്ദ്രതയുള്ള ഗൗരവമുള്ള ഗാനങ്ങളാണ്. അതിനെ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് ബോധ്യമാകൂ. ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് അതുണ്ടല്ലോ. കാരണം അത് ഒരർത്ഥത്തിൽ ലളിതമാണെന്ന് തോന്നാം, അതേ അവസരത്തെ അത് അഗാധമായ അർത്ഥസാന്ദ്രതയിലേക്ക് പോകുന്നതാണ്. അച്ഛാ, സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പ്രശസ്തമായ മറ്റൊരു ഗാനമുണ്ട്, പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ. വളരെ അർത്ഥവത്തായ ഒരു ഗാനമാണ്. അതായത് യേശുവിൻ്റെ കുരിശീകരണം, അനുഭവിച്ച വേദനകൾ തുടങ്ങി രണ്ടാം വരവ് വരെയും പ്രതിപാദിക്കുന്നൊരു നല്ലൊരു ഗാനമാണ്. ആ പാട്ടിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു? ക്രിസ്തീയ രക്ഷാസങ്കല്പത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു ക്രൂശിൽ മരിച്ച ക്രിസ്തുവാണ്. അപ്പോൾ അത് സാധുവിൻ്റെ ഈ പാട്ടിൽ നന്നായിട്ട് അദ്ദേഹം ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ച ക്രൂശിൽ ജീവൻ വെടിഞ്ഞു. ഇതാണ് അതിൻ്റെ ആശയം എന്ന് പറഞ്ഞതാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, തള്ളയെപ്പോൽ നമുക്കുള്ള ഒരു രക്ഷകൻ, ഒരു കൊള്ളക്കാരനെ പോലെ ഇതാ ക്രൂശിതനായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അത് രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന ബോധ്യമാണ് അതിനൊരു മൂല്യം നമുക്ക് നൽകാമെന്ന് പറയുമ്പോൾ. ഈ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് സാധു കൊച്ചുദേശി മറ്റൊരു ഗാനം ഈ തരുണത്തെ നമ്മൾ സ്മരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു. ക്രൂശന്മേൽ കാണുന്ന ആരിത എന്ന് പറയുന്ന പ്രധാനമായ ഗാനം. എനിക്ക് തോന്നുന്നത് ക്രൂശിനെ കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ടുള്ള ഏറ്റവും മികച്ച കവിത, ഗാനം എന്ന് പറയേണ്ട കവിത അതാണെന്നാണ്. അപ്പോൾ അത്തരത്തിൽ ക്രൂശ് എന്ന് പറയുന്നത് കൊച്ചുദേശിയുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. അത് അദ്ദേഹം ഈ ഒരു ഗാനത്തിലൂടെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക. സാർ മുമ്പേ പറഞ്ഞതുപോലെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ വീണ്ടും വരുന്ന ക്രിസ്തുവിലേക്ക് അനുവാചകൻ്റെ മനസ്സിനെ ഉണർത്തിയെടുക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം.
അച്ഛാ, സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ മറ്റൊരു ഗീതമാണ് മന്നവനെ മഹോന്നത. പള്ളികളിൽ ആരാധനയ്ക്കായിട്ട് പാടുന്നുണ്ട്. ഒരു ദൈവ വന്ദനയുടെ ഒരു ഗാനമായത്. ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധനയ്ക്ക് കൂടുതൽ പാടുന്നൊരു പാട്ടാണ്. ആ പാട്ടിനെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കുമ്പോൾ എന്താ അച്ഛന് തോന്നുന്നത്? മന്നവനെ മഹോന്നത നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു എന്നാരംഭിക്കുന്ന ഈ ഗീതം ഒരു ആരാധന കീർത്തനമാണ്. സാധു കൊച്ചുപദേശിയുടെ പാട്ടുകളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആത്മാലാപന സ്വഭാവമാണ്. ഒരു ആത്മനിഷ്ഠമായി വൈയക്തിക വികാരങ്ങളെ അദ്ദേഹം സാധാരണയിൽ ആവിഷ്കരിക്കുക. എന്നാൽ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഒരു ആരാധന വൃന്ദം എങ്ങനെയാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. മന്നവനെ മഹോന്നത നിന്നെ ഞങ്ങൾ വന്ദിക്കുമെന്ന് ആ വാക്കിന് പ്രത്യേക അർത്ഥമുണ്ട്. കാരണം ഇത് ഞാൻ വന്ദിക്കുകയല്ല, ഞങ്ങൾ സമൂഹമായി. അതെ, അതുകൊണ്ടാണ് ഇതിന് വന്നിരിക്കുക ഈ തരത്തിലൊരു മാനം ഇതിന് കിട്ടിയിരിക്കുന്നത്. ഒരു ആരാധനാ കീർത്തനമായിട്ട് ഇന്ന് സാധാരണ പള്ളികളിലൊക്കെ ആരംഭ ഗാനമായിട്ട് പാടുന്നൊരു പാട്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് സംഗീതാത്മകമായി ചിട്ടപ്പെടുത്തുകയാണെന്നുള്ളതാണ്. ഉപദേശിക സംഗീതം പഠിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകളാണ്. മകൾ കുറച്ചു കാലം സംഗീതം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മകളാണ്. അപ്പോൾ അങ്ങനെ ഒരു അനന്യമായ ഒരു സവിശേഷത കൂടെ ഈ മന്നവനെ മഹോന്നത ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു എന്ന് പറയുന്ന ഈ പാട്ടിന് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാത്തുമ്പത്ത് നിന്ന് ഉതിർന്നു വീണ മനോഹരമായൊരു ഗാനത്തെ അദ്ദേഹത്തിൻ്റെ മകൾ ചിട്ടപ്പെടുത്തി ആവിഷ്കരിച്ച ഒരു പാട്ടാണ് ഇത്. വേറെ ഇതുപോലെ സാധു കൊച്ചുപദേശിയുടെ ഗാനങ്ങൾ വല്ലതും ഇതുപോലെ മറ്റുള്ളവർ സംഗീതം ചെയ്തിട്ടുണ്ടോ? മകൾ തന്നെ വീണ്ടും സംഗീതം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം വേറെ ആരും ചിട്ടപ്പെടുത്തിയതായിട്ട് യാതൊരു രേഖയും നമ്മുടെ മുൻപിലില്ല. അദ്ദേഹം എങ്ങും കുറിച്ചിട്ടില്ല. കാരണം അദ്ദേഹം വേറെ സത്യസന്ധനായതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറിച്ചിടുന്നതാണ്. പക്ഷെ അങ്ങനെ കുറിച്ചിട്ട് ഉള്ളതായിട്ട് യാതൊരു രേഖയും. ഈ ഒരു ഗാനം മാത്രമേ ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ? ചിട്ടപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് എൻ്റെ അറിവ്. നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. മന്നവനെ മഹോന്നത നിന്നെ ഞങ്ങൾ വർണ്ണിക്കുന്നു. ഇത്തരയിൽ നീ ഒഴിഞ്ഞില്ലാരുമേ. ഞങ്ങൾക്കാശ്രയമായി മേലിലും നീ മാത്രമേ. ദൈവദൂത സൈന്യം നിന്നെ നമിക്കുന്നു. പരിശുദ്ധ ദ്വേഷികളാം ഞങ്ങളതിനങ്ങുള്ളൂ. ഓർത്താൽ നിന്റെ നാമം ചൊല്ലിടാനും പോരായി. മഹാദേവ മക്കൾ ഞങ്ങൾ തിരുമുൻപിൽ വണങ്ങുന്നു. പാനി പോലിന്നനുഗ്രഹം നൽകണം. സർവഖേദവും തീർത്തു നീ ഞങ്ങൾക്കാകണം. നിന്നെ പോലോർ ധനമില്ല, നിന്നെ പോലോർ സുഖമില്ല. എന്നേക്കും നിൻമുഖത്തിൽ വാഴുവാൻ ദാസർക്കനുവാദം തന്നു മാർവിൽ ചേർക്കണം. പൊന്നുനാഥ പൊന്നുനാഥ നിൻമുഖം കണ്ടാനന്ദിപ്പാൻ സ്വർഗദേശത്തെന്നു വന്നു ചേർന്നിടും. ലോകസങ്കടങ്ങളൊഴിഞ്ഞങ്ങു വാഴുവാൻ ഭക്തന്മാരെ രാപ്പകൽ നാം തിരുമുൻപിൽ ആരാധിപ്പാൻ എത്ര വേഗം വാ
വാനരാജ്യേ പോയിടാം. സർവസമോദവും ലഭിച്ചെന്നും പാർത്തിടാം. മന്നവനെ മഹോന്നത നിന്നെ ഞങ്ങൾ വർണ്ണിക്കുന്നു. ഇദ്ധരയിൽ നീയൊഴിഞ്ഞില്ലാരുമേ. ഞങ്ങൾക്കാശ്രയമായി മേലിലും നീ മാത്രമേ. അച്ഛാ, അതുപോലെ കുട്ടികൾക്ക് വേണ്ടി സാധു കൊച്ചുകുഞ്ഞുപദേശി ഒരു ഗീതം എഴുതിയിട്ടുണ്ട്, ബാലകരാകുന്ന ഞങ്ങളെ. വളരെ നന്നായിട്ട് കുട്ടികളുടെ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു ഗാനമാണ്. ആ ഗാനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള മിഷൻ പ്രവർത്തനം ധാരാളം ഉണ്ടായിരുന്നു. മിഷണറിമാർ തുടങ്ങി വെച്ച കാലഘട്ടം മുതലേ ഉണ്ട്. അപ്പോൾ ധാരാളം പൈതങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ആ കാലത്തൊക്കെ പല ഗാനരചയിതാക്കളും എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പൈതൽ ഞാൻ സ്വർഗരാജ്യം എൻ്റേത് എന്ന ഒരു പാട്ട് പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ജീവവണ്ടി, ദൈവം നിർമ്മിച്ച ജീവവണ്ടി, ഇങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൊച്ചുദേശി എഴുതിച്ച ഒരു പാട്ടാണ് ഈ ബാലകരാകും ഞങ്ങളെ യേശുനാഥൻ കയ്യിലേന്തണമെന്ന് പറഞ്ഞ പാട്ടെന്ന് പറയുന്നത്. എന്നാൽ മറ്റേതിൻ്റെ തരത്തിലല്ല അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ ശൈലി വിട്ടുപോയിട്ടില്ല അവിടെ വന്നിരുന്ന സമയത്ത്. ഏതായിരുന്നാലും ക്രിസ്തു പലസ്തീൻ നാട്ടിൽ ജീവിച്ച കാലത്ത് കൊച്ചു കുട്ടികളെ കരത്തിലേന്തുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ ആ ഒരു പുനരാവിഷ്കരണമാണ് ഈ ഗാനത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാടാൻ വേണ്ടി അവരുടെ ഭാഷയിലും അവർ ഗ്രഹിക്കാവുന്ന തരത്തിലും ക്രിസ്തീയ സത്യത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ലളിതമായ ഗാനമാണ്. അവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, നീ രണ്ടാമത് വരുമ്പോൾ ഞങ്ങളെ നിൻ മക്കളായി ചേർത്ത് സ്വീകരിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥനയിലാണ് സമാപനം കൊള്ളുന്നത്. അപ്പോൾ കൊച്ചുകുഞ്ഞുപദേശിയുടെ ഗാനങ്ങളുടെ ഒരു ആത്മാവ് ഈ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ലളിതമായ ഗാനത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറഞ്ഞാൽ മതിയാകും. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. ബാലരാകുന്ന ഞങ്ങളെ യേശു തമ്പുരാൻ കയ്യിലേൽക്കണം. ബാലരാകുന്ന ഞങ്ങൾക്കും കൃപ തന്നു മോക്ഷത്തിലാക്കണം. ബാലരാകുന്ന ഞങ്ങൾക്കും കൃപ തന്നു മോക്ഷത്തിലാക്കണം. സ്വർഗരാജ്യത്തിൽ വന്നു ഞങ്ങളും ഭാഗ്യശാലികളാകുവാൻ. തക്ക പാതയിലാക്കണം യേശു തമ്പുരാൻ കൃപയെന്നിലായി. തക്ക പാതയിലാക്കണം യേശു തമ്പുരാൻ കൃപയെന്നിലായി. പണ്ടു താൻ ഭൂവിൽ വന്ന കാലത്തു ബാലരെ അണച്ചെന്ന പോൽ ഇന്നും ബാലരെ ചേർക്കുവാൻ കരം നീട്ടണേ, കൃപ നൽകണേ. ഇന്നും ബാലരെ ചേർക്കുവാൻ കരം നീട്ടണേ, കൃപ നൽകണേ. ബാലന്മാർ പല ലോകം വിട്ടു നിൻ മാർവിൽ ചേരും നീ നിത്യമായി. ബാലന്മാരെയും ഓർക്കണേ നിന്റെ ആശ്വാസസ്ഥലവാസത്തിൽ. ബാലന്മാരെയും ഓർക്കണേ നിന്റെ ആശ്വാസസ്ഥലവാസത്തിൽ.
എന്തു ഞങ്ങളാൽ ചെയ്വതീനിന്നു സാധ്യമാമതിനപ്പനെ ശക്തിയും നല്ല ബുദ്ധിയും നൽകി രക്ഷകാവഴി കാട്ടണേ ശക്തിയും നല്ല ബുദ്ധിയും നൽകി രക്ഷകാവഴി കാട്ടണേ പൊന്നു നായകൻ വാനമേഘത്തിൽ വന്നു മക്കളെ ചേർക്കും ആശയോടു നിൻ മക്കളായി ഞങ്ങളങ്ങു ചേരുമാറാകണം ആശയോടു നിൻ മക്കളായി ഞങ്ങൾ അങ്ങു ചേരുമാറാകണം ബാലരാകുന്ന ഞങ്ങളെ യേശു തമ്പുരാൻ കയ്യിലേൽക്കണം ബാലരാകുന്ന ഞങ്ങൾക്കും കൃപ തന്നു മോക്ഷത്തിലാക്കണം ബാലരാകുന്ന ഞങ്ങൾക്കും കൃപ തന്നു മോക്ഷത്തിലാക്കണം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ചയിൽ സാധു കൊച്ചുഞ്ഞുപദേശിയുടെ മറ്റു ചില ഗീതങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.